ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് കെ സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചതായിട്ടാണ്. കണ്ണൂരിൽ സുധാകരൻ നിർദ്ദേശിച്ചിരിക്കുന്നത് കെ ജയന്തിന്റെ പേരാണ്. ഒപ്പം തന്നെ VP അബ്ദുൾ റഷീദിന്റെ പേരും ഒക്കെ കണ്ണൂരിൽ പരിഗണനയിൽ നിലനിൽക്കുന്നു. ഫെലിക്സിലേക്ക് പോവുകയാണ്. ഫെലിക്സ്, ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങിയപ്പോൾ തന്നെ കെ സുധാകരൻ നിലപാട് അറിയിച്ചതാണ് താൻ മത്സരിക്കാനില്ല. ഇപ്പോൾ KPCC അധ്യക്ഷ പദവിയും ഒപ്പം തന്നെ MP സ്ഥാനവും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ആദ്യം അറിയിച്ചതാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം വഴങ്ങുകയായിരുന്നു. ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് കെ സുധാകരൻ മാറിയത്? സേതു, ഏതായാലും കെ സുധാകരൻ ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കുന്നത് താൻ കണ്ണൂരിൽ 4ാം അംഗത്തിന് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ്. ഏറ്റവും പ്രധാനം, നേരത്തെ ആദ്യവും കെ സുധാകരൻ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. KPCC അധ്യക്ഷ സ്ഥാനവും ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥിത്വവും തനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് സുധാകരൻ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയതാണ്. എന്നാൽ പിന്നീട് ഹൈക്കമാൻഡ് പറഞ്ഞാൽ താൻ മത്സരിക്കാൻ സന്നദ്ധനാണ് എന്ന് സുധാകരൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ സുധാകരൻ തന്റെ മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതായത് കണ്ണൂരിൽ വീണ്ടും മത്സരിക്കാൻ താനില്ല എന്നതാണ് സുധാകരൻ നേതാക്കളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ഏതായാലും നിർണായക സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അതിനു മുൻപ് ഇന്നലെ VD സതീശനും കെ സുധാകരനും ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ താൻ വീണ്ടും മത്സരരംഗത്തേക്കില്ല എന്ന് സുധാകരൻ കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് സുധാകരൻ വ്യക്തമാക്കുന്നത് നേരത്തെ പറഞ്ഞ അതേ നിലപാടാണ് തനിക്കുള്ളത്. ഈ സ്ഥാനാർത്ഥിത്വവും KPCC പ്രസിഡന്റ് സ്ഥാനവും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നതല്ല എന്നതാണ് സുധാകരൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ സുധാകരൻ അല്ലെങ്കിൽ മറ്റാരാണ് കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് സുധാകരൻ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് KPCC ജനറൽ സെക്രട്ടറി കെ ജയന്തിന്റെ പേരാണ്. കെ ജയന്ത് കോഴിക്കോടുകാരനാണ്. ഒപ്പം തന്നെ സുധാകരന്റെ അടുത്ത അനുയായിയും അതേ വിഭാഗത്തിൽപ്പെട്ട് സാമുദായിക സമവാക്യം പരിഗണിക്കുമ്പോൾ സുധാകരന് പകരം അതേ സമുദായത്തിൽ നിന്ന് തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് കെ ജയന്തിന്റെ പേര് ഇപ്പോൾ കെ സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും VP അബ്ദുൾ റഷീദിന്റെ പേരും വരുന്നുണ്ട്. ഏതായാലും ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഈ നിലപാട് സുധാകരൻ അറിയിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഹൈക്കമാൻഡ് തന്നെ സർവേ നടത്തിയപ്പോൾ ആ സർവേയിൽ കെ സുധാകരൻ മത്സരിച്ചാലാണ് ഏറ്റവും കൂടുതൽ വിജയസാധ്യത കണ്ണൂരിൽ എന്ന് വ്യക്തമായിരുന്നു. മറ്റേത് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അതിലുപരിയായി കെ സുധാകരന്റെ പേര് തന്നെയാണ് കേന്ദ്ര നേതൃത്വം, അതായത് ഹൈക്കമാൻഡ് പരിഗണിച്ചിരുന്നത്. ഒപ്പം തന്നെ കെ സുധാകരൻ മാറുകയാണെങ്കിൽ 1/2 ഡസനോളം നേതാക്കൾ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി മുന്നോട്ട് വന്നിരുന്നു. ഏതായാലും ഇവിടെ സുധാകരന് പകരം ആര് എന്ന കാര്യത്തിൽ സുധാകരന്റെ വാക്ക് കൂടി വളരെ പ്രധാനമാണ്. അതിന് സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്ന പേര് കെ ജയന്തിന്റെയാണ്. സുധാകരന്റെ വാക്കിനെ മറികടന്നുകൊണ്ട് കണ്ണൂരിൽ